ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും അടുത്ത ആളുകളോടോ ഒക്കെ നമ്മൾ എന്തെങ്കിലും വേണ്ടാത്ത ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്ത പേരുകൾ വിളിക്കുകയോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് തോന്നും, അയ്യോ വേണ്ടിയിരുന്നില്ല, അവനോട് സോറി പറയണം നമുക്ക് തോന്നിപ്പോകും അല്ലേ. നമ്മൾ ചെന്നിട്ട് പറയും, സോറി കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ സോറി പറയുന്നു, ഞാൻ ഖേദിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇത് ഒരു സെൻറ്റൻസ് രൂപത്തിൽ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നതാണ് ഐ എം സോറി, നമ്മളെല്ലാവരും പറയുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഒരു സെൻറ്റൻസ് രൂപത്തിൽ പറയാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് പറയുന്നതാണ്, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിക്കില്ലേ, വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയും, സോറിടാ, ഞാനങ്ങനെ വിളിച്ചില്ല, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ, സോറി എന്നൊക്കെ പറയും. നമുക്ക് എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ മലയാളത്തിൽ സെൻറ്റൻസ് രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചതിൽ ഖേദിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്, ഞാൻ ഖേദിക്കുന്നു എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയാം? ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചതിൽ ഖേദിക്കുന്നു. എങ്ങനെ പറയാം? ഐ എം സോറി ഫോർ കോളിങ് യു ദാറ്റ്. ഐ എം സോറി ഫോർ കോളിങ് യു ദാറ്റ്. അപ്പോൾ ഐ എം സോറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബാക്കിയുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ വരാറുള്ളത് ഇല്ലേ. അപ്പോൾ ഇങ്ങനെ പറയാം, ഐ എം സോറി ഫോർ കോളിങ് യു ദാറ്റ്. നിന്നെ അങ്ങനെ വിളിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. വെർബിനെ നമ്മൾ ING ഫോമിലാണ് പറയേണ്ടത് കേട്ടോ. ഏത് വെർബാണെങ്കിലും നമ്മൾ ING ഫോമിലാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു എന്നാണെങ്കിൽ എങ്ങനെ പറയാം? ചെയ്യുക എന്നുള്ളതിന് എന്താണ്? ഡു എന്നാണ്. അപ്പോൾ എങ്ങനെ പറയണം? ഡൂയിങ് എന്നാക്കി മാറ്റണം. ഐ എം സോറി ഫോർ ഡൂയിങ് ദാറ്റ്. ഞാനത് ചെയ്തതിൽ ഖേദിക്കുന്നു. ഐ എം സോറി ഫോർ ഡൂയിങ് ദാറ്റ്. ഓക്കെ. അതുപോലെ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഖേദിക്കുന്നു. അപ്പോൾ എങ്ങനെ പറയാം? പറയുക എന്നുള്ളത് എന്താണ്? സേ എന്നാണ്. അപ്പോൾ സേയിങ് ആക്കി മാറ്റണം അല്ലേ. നമ്മൾ ING ഫോമിലാണ് എടുക്കുന്നത്. ഐ എം സോറി ഫോർ സേയിങ് ദാറ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഖേദിക്കുന്നു അല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ദുഃഖിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്, ഞാനത് എടുത്തതിൽ ഖേദിക്കുന്നു. ഞാനത് എടുത്തതിൽ ഖേദിക്കുന്നു. എങ്ങനെ പറയാം? ഐ എം സോറി ഫോർ ടേക്കിംഗ് ദാറ്റ്. ഞാനത് എടുത്തതിൽ ഖേദിക്കുന്നു. ഐ എം സോറി ഫോർ ടേക്കിംഗ് ദാറ്റ് അല്ലെങ്കിൽ ടേക്കിംഗ് ഇറ്റ് എന്നൊക്കെ പറയാവുന്ന കേട്ടോ. ഞാനത് മോഷ്ടിച്ചതിൽ ഖേദിക്കുന്നു. എങ്ങനെ പറയാം? ഐ എം സോറി ഫോർ സ്റ്റീലിംഗ് ഇറ്റ്. മോഷ്ടിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്ക് എന്താണ്? സ്റ്റീൽ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ ING ഫോമിലാണ് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഐ എം സോറി ഫോർ സ്റ്റീലിംഗ് ഇറ്റ്. ഓക്കെ. ഐ എം സോറി ഫോർ സ്റ്റീലിംഗ് ഇറ്റ് എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരും സോറി വെച്ചിട്ടാണ് പറയുന്നത്. നമുക്കിനി ഇതിനെ ഒന്നും കൂടെ അഡ്വാൻസ് ലെവലിലൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ അങ്ങനെ ചെയ്തതിൽ ഖേദിക്കുന്നു. ഈ സെൻറ്റൻസ് തന്നെ നമുക്കൊന്നും കൂടെ അഡ്വാൻസ് ലെവലിൽ എങ്ങനെ പറയാം? വളരെ സിമ്പിളാണ്, ഒറ്റ വാക്ക് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. റിഗ്രറ്റ് എന്നുള്ള വാക്ക് മാത്രം ഓർത്ത് വെച്ച്. റിഗ്രറ്റ് എന്ന് വെച്ചാൽ ഖേദിക്കുക, പശ്ചാത്തപിക്കുക, ദുഃഖിക്കുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തതിൽ ഖേദിക്കുന്നു എന്ന് പറയാൻ എങ്ങനെ പറയാം? ഐ റിഗ്രറ്റ് ഡൂയിങ് ഇറ്റ്. ഇങ്ങനെ പറയാം കേട്ടോ. ഐ റിഗ്രറ്റ് ഡൂയിങ് ഇറ്റ്. ഞാനത് ചെയ്തതിൽ ഖേദിക്കുന്നു എന്ന് പറയാം കേട്ടോ. അതുപോലെ ഐ റിഗ്രറ്റ് സേയിങ് ഇറ്റ്. ഞാനത് പറഞ്ഞതിൽ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് സേയിങ് ഇറ്റ് കേട്ടോ. അപ്പോൾ ഐ എം സോറി വെച്ചിട്ട് പറയാം. അതുപോലെ തന്നെ ഐ റിഗ്രറ്റ് വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ഐ റിഗ്രറ്റ് സേയിങ് ഇറ്റ്. ഐ റിഗ്രറ്റ് കോളിങ് യു ദാറ്റ്. ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചതിൽ ഖേദിക്കുന്നു. എങ്ങനെ പറയാം? ഐ റിഗ്രറ്റ് കോളിങ് യു ദാറ്റ്. അപ്പോൾ ഐ എം സോറി വെച്ചിട്ട് പറയുകയാണെങ്കിലും ഐ റിഗ്രറ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിലും വെർബിന് ING ഫോമിലാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഐ റിഗ്രറ്റ് സ്റ്റീലിംഗ് ഇറ്റ്. ഞാനിത് മോഷ്ടിച്ചതിൽ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് സ്റ്റീലിംഗ് ഇറ്റ്. സ്റ്റീൽ എന്ന വെർബിനെ ING ഫോമിൽ കൊണ്ടുവന്നപ്പോൾ സ്റ്റീലിംഗ് എന്നായിട്ടോ. ഐ റിഗ്രറ്റ് സ്റ്റീലിംഗ് ഇറ്റ്. ഇനി നമുക്കിതിനെ നെഗറ്റീവ് രൂപത്തിൽ പറയാം. നെഗറ്റീവ് രൂപത്തിൽ എങ്ങനെ പറയാം? മലയാളത്തിൽ എങ്ങനെ പറയാം? ഞാനങ്ങനെ ചെയ്തതിൽ എനിക്കൊരു സങ്കടവും ഇല്ല. ഞാനങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു ഖേദവും ഇല്ല അല്ലേ. എനിക്കതിലൊരു പശ്ചാത്താപവും തോന്നുന്നില്ല. നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാൻ അങ്ങനെ ചെയ്തതിൽ എനിക്കൊരു സങ്കടവും ഇല്ല അല്ലെങ്കിൽ എനിക്കൊരു ഖേദവും ഇല്ല. നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഡോണ്ട് റിഗ്രറ്റ് ഡൂയിങ് സോ. ഞാനങ്ങനെ ചെയ്തതിൽ എനിക്കൊരു സങ്കടവും ഇല്ല. ഐ ഡോണ്ട് റിഗ്രറ്റ് ഡൂയിങ് സോ. ഞാനത് ചെയ്തതിൽ എനിക്കൊരു സങ്കടമില്ല. ഞാനത് പറഞ്ഞതിൽ എനിക്കൊരു സങ്കടമില്ല എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് റിഗ്രറ്റ് സേയിങ് സോ. ഞാനത് പറഞ്ഞതിൽ അല്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു സങ്കടമില്ല.
ഐ ഡോണ്ട് റിഗ്രറ്റ് സേയിങ് സോ. ഐ ഡോണ്ട് എന്ന് മാത്രം ഓർത്താൽ മതി കേട്ടോ. ഡോണ്ട് റിഗ്രറ്റിൻ്റെ കൂടെ ഡോണ്ട് മാത്രം യൂസ് ചെയ്യുക. അവ എന്തായിരിക്കും? നെഗറ്റീവ് ഫോമിലായിരിക്കും മീനിങ് വരിക കേട്ടോ. ഐ ഡോണ്ട് റിഗ്രറ്റ് സേയിങ് സോ. ഞാനങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു സങ്കടവുമില്ല. ഐ ഡോണ്ട് റിഗ്രറ്റ് സ്റ്റീലിങ് ഇറ്റ്. ഞാനിത് മോഷ്ടിച്ചതിൽ എനിക്കൊരു സങ്കടവുമില്ല. ഐ ഡോണ്ട് റിഗ്രറ്റ് കോളിങ് യു ദാറ്റ്. നിന്നെ അങ്ങനെ വിളിച്ചതിൽ എനിക്കൊരു സങ്കടവുമില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഫസ്റ്റ് നമ്മൾ ഐ ആം സോറി വെച്ചിട്ട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ആ ഒരു സ്റ്റൈലിൽ നമ്മൾ പറഞ്ഞു ഐ ആം സോറി ഫോർ കോളിങ്, ഐ ആം സോറി ഫോർ ഡൂയിങ്, ഐ ആം സോറി ഫോർ സേയിങ്. ഈ ഒരു ഫോമിൽ നമ്മൾ പറഞ്ഞു അല്ലേ. ഐ ആം സോറി കണ്ട നമ്മൾ വെർബിനെ ING ഫോമിൽ കൊണ്ടുവന്നിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഐ റിഗ്രറ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഐ റിഗ്രറ്റ് ഡൂയിങ് ഇറ്റ്, ഐ റിഗ്രറ്റ് സേയിങ് ദാറ്റ്, ഐ റിഗ്രറ്റ് സ്റ്റീലിങ് ഇറ്റ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് നെഗറ്റീവ് ഫോമിലാണ് നമ്മൾ പറയുന്നത്. ഐ ഡോണ്ട് എന്നാണ് അല്ലേ. ഐ ഡോണ്ട് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് രീതിക്കും നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ എന്നാലും സെൻറ്റൻസ് രൂപത്തിലൊന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്